ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് BYD ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. കുറേ ഇമ്പോർട്ടഡ് വണ്ടികളാണ് അവർ വിൽക്കുന്നത്, പുറത്തുനിന്ന് വണ്ടി ഉണ്ടാക്കുന്നു, CB റൂട്ട് വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ എന്നാലും അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്രൈസ് പോയിന്റിൽ തന്നെയാണ് ഒരു വണ്ടികളെല്ലാം ഇറക്കുന്നത്. നമുക്കിപ്പോൾ പൊതുവെ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു 30 lakhsന് മുകളിലുള്ള എല്ലാ ഇലക്ട്രിക് വണ്ടികളും നോക്കിയാലും മിക്കവാറും എല്ലാം ഇമ്പോർട്ടഡ് ആണ്. BMW iX1 അങ്ങനത്തെ, പിന്നെ i4 ഉണ്ട്, അങ്ങനത്തെ കുറച്ച് വണ്ടികൾ മാത്രമാണ് നമുക്ക് ഇവിടെ ലോക്കലി പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും CKD ആയിട്ടെങ്കിലും അസംബിൾ ചെയ്യുന്നത്. ബാക്കി മിക്ക വണ്ടികളും ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്. പിന്നെ ഹ്യുണ്ടായുടെ ഐനിക് 5 ഉണ്ട്. ഏതായാലും ഇത്രയൊക്കെ വണ്ടികൾ ഇമ്പോർട്ട് ചെയ്ത് മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടും അവർ അത്യാവശ്യം നല്ലൊരു സക്സസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നീഷ് മാർക്കറ്റും അവരുടെ ഓഡിയൻസിന് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ഇപ്പോഴും പറയാം BYD ഇന്ത്യയിൽ ഒരു വോളിയം പ്ലെയർ അല്ല എന്ന്. ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയൊന്നും അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ MG ഒരു പക്ക വോളിയം പ്ലെയർ ആയിട്ടുണ്ട്. വിൻസർ EV അത്യാവശ്യം നല്ലൊരു ഹിറ്റാണ്. ഇപ്പോൾ പിന്നെ കോമറ്റ് EV ആണെങ്കിൽ അത്യാവശ്യം സെയിൽസ് കിട്ടുന്നുണ്ട്. ഈവൻ ZS EV ഇപ്പോഴും ഇത്ര ഔട്ട്ഡേറ്റഡ് ആയിട്ടും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് 200-300 വണ്ടികളൊക്കെ ഒരു മാസം വിറ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹ്യുണ്ടായുടെ ക്രെറ്റ EVയും വലിയ കുഴപ്പമില്ലാത്ത സെയിലുണ്ട്. അത്രയൊന്നും BYDക്ക് ടോട്ടൽ നമുക്ക് മന്ത്ലി സെയിൽസ് എടുക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികൾക്കും കൂടെ കിട്ടുന്നില്ല. പിന്നെ ഇവരുടെ വണ്ടികൾ എടുക്കുകയാണെങ്കിലും കുറച്ച് പ്രീമിയം സൈഡിലുള്ള വണ്ടികളാണ്. നമുക്ക് അറ്റോ 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ E-Max 7 വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സീലുണ്ട്, C-Line 7 ഉണ്ട്. ഇത്രയും വണ്ടികളാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഏതായാലും ഇവർ ഇന്ത്യക്ക് വേണ്ടി കുറച്ച് പ്ലാൻസ് ഒക്കെ മാറ്റിയിട്ട് പുതിയൊരു വണ്ടി ഇറക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ BYD ഇന്ത്യയിൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ പോകണമെന്ന്. പക്ഷേ അല്ല, ആ ലെവലിലോട്ട് അവർ എത്തിയിട്ടില്ല. പക്ഷേ ഈ അടുത്ത് നമ്മുടെ UAE വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ ഒരു സംഭവം നടന്നായിരുന്നു. അതിൽ BYDയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടി അവർ സ്പെഷ്യലായിട്ട് ഒരു വണ്ടി ഡിസൈൻ ചെയ്യുന്നില്ലെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ഒരു വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കില്ല. ഇവിടെ ലോക്കലി പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ചൈനീസ് എഞ്ചിനീയേഴ്സ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈ വണ്ടിയുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എക്സിസ്റ്റിംഗ് വണ്ടി എടുത്തിട്ട് അത്യാവശ്യം മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അതിവിടെ ഇറക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. മിക്കവാറും അറ്റോ 2 ബേസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഇറക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി അത് തന്നെയാണ്. അറ്റോ 3 അത്യാവശ്യം സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതിനേക്കാൾ ചെറിയൊരു സെഗ്മെൻറ്റുള്ള വണ്ടി എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി നമ്മുടെ ക്രെറ്റയുടെയൊക്കെ സൈസ് വരുന്നൊരു വണ്ടിയാണ്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതല്ലാതെ നമുക്കിപ്പോൾ പറയാനാണെങ്കിൽ കുറച്ച് വേറെയും കാര്യങ്ങളുണ്ട്. BYD എന്തുകൊണ്ട് ഇവിടെ പ്ലാന്റ് ഇത്രയും കാലമായിട്ടും സെറ്റപ്പ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കായിരിക്കും. ഈവൻ ദോ ഇത്രയൊക്കെ വണ്ടികൾ അവർക്കിവിടെ സക്സസ്ഫുൾ ആയിട്ട് വിൽക്കാൻ പറ്റുന്നുണ്ട്. വേൾഡ് വൈഡ് പല മാർക്കറ്റ്സ് എടുക്കുകയാണെങ്കിലും ടെസ്ലയൊക്കെ അവർ ഔട്ട്സെല് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ പല സ്ഥലങ്ങളിൽ എടുക്കുകയാണ്. ടോട്ടൽ ഇലക്ട്രിക് വാഹനങ്ങൾ സെയിൽസ് 2025 BYDക്ക് 22 ലക്ഷം വണ്ടികളാണ് കിട്ടിയത്, ടോട്ടൽ സെയിൽസ് കേട്ടോ. അതിൽ നമ്മൾ PHEV ഹൈബ്രിഡ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം. ഇനി ടെസ്ല എടുക്കുകയാണെങ്കിൽ 16.4 lakhs ആയിരുന്നു ടെസ്ലയ്ക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ടോട്ടൽ സെയിൽസ്. അവർക്ക് പിന്നെ ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ ഉള്ളൂ, ഹൈബ്രിഡും പ്ലഗിൻ ഹൈബ്രിഡും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ 6 ലക്ഷം വണ്ടികൾ BYD കൂടുതൽ വിറ്റിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ പ്ലഗിൻ ഹൈബ്രിഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 20 ലക്ഷം വണ്ടികൾ വേറെയും വരും. അതായത് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 45-50 ലക്ഷം വണ്ടികളെടുത്ത് BYD കഴിഞ്ഞ വർഷം മാത്രമായിട്ട് വണ്ടികൾ വേൾഡ് വൈഡ് വിറ്റിട്ടുണ്ട്. ഇത്രയും വണ്ടികൾ വിൽക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചൈനീസ് കമ്പനി ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ 3rd ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് വണ്ടികൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതൊരു വളരെ വലിയ ചോദ്യമാണ്. അവർ പറയുന്നത് ഇപ്പം തന്നെ ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കത് ഇക്കണോമിക്കലി സ്കെയിലബിൾ അല്ല എന്നാണ്. മാത്രമല്ല പെട്ടെന്നൊന്നും സക്സസ് കിട്ടില്ല, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ എന്തായാലും പതുക്കെ അവർ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയേ പറ്റുള്ളൂ. അവർക്ക് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു നീക്കത്തിന് വേണ്ടി പ്ലാൻ ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ BYD ഇന്ത്യയിലേക്ക് വന്നിട്ട് നല്ലൊരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്തിട്ട് അവർക്ക് വണ്ടികൾ വിൽക്കാൻ പറ്റുമെങ്കിൽ, അതും അവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വണ്ടികൾ നല്ല അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ ടാറ്റ MG ഇതിൻ്റെയൊക്കെ കോമ്പറ്റീഷനിലോ ഈവൻ മഹീന്ദ്ര ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും കോമ്പറ്റീഷനിൽ കൊണ്ട് വണ്ടികൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആരും ഈ പറഞ്ഞ ബാക്കി കമ്പനികളൊന്നും എടുക്കാൻ എന്തായാലും പോകില്ല. നല്ലൊരു സർവീസ് നെറ്റ്വർക്കും കൂടി ഡെവലപ്പ് ചെയ്യണം. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട എന്ന് വിചാരിച്ച് അവർ ഈ ഒരു നീഷ് മാർക്കറ്റിനെ പിടിച്ച് പോകുന്നത്. എനിവേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന അറ്റോ 2 ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി, അറ്റോ 2വിനെ പറ്റി പറയാം നമുക്ക്. ഇത് 4.3 meters ലെങ്ത് വരുന്ന അറ്റോ 3യേക്കാൾ കുറച്ചുകൂടി സൈസ് കുറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം നമ്മുടെ ക്രെറ്റയുടെയൊക്കെ ഡയമെൻഷൻസിന് അടുത്ത് വരും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു 64.8 kWh ബാറ്ററി പാക്കാണ്. 201 PS പവർ, 300 Nm അടുത്ത് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 0 to 100 ആക്സലറേഷൻ വരുന്ന ഏകദേശം 7.9 seconds ആണ്. അതും പക്ക നമ്മുടെ ക്രെറ്റയായിട്ടുള്ള അലൈൻ ചെയ്യുന്ന സ്പെക്സ് ആണ്. ഇതിന് WLTP ക്ലെയിംഡ് റേഞ്ച് വരുന്ന 430 kilometers ആണ്. സോ നമുക്ക് ഏകദേശം ഒരു 400 kilometers അടുത്തൊക്കെ അത്യാവശ്യം എങ്ങനെ പോയാലും റേഞ്ച് കിട്ടും. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലേഔട്ടൊക്കെ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യാബിന്. നമ്മളിപ്പോൾ അറ്റോ 3യുടെ
ഒക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കുറച്ചധികം ഫാൻസിയാണ്. AC-മെൻസ് ആയിക്കോട്ടെ, ചില ഡിസൈൻ എലമെൻറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ. പക്ഷേ അറ്റോ 2 എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും കയറി ഇരുന്നാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. ഇവരിപ്പോഴും ഈ വണ്ടി ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അതായത് ഇന്ത്യക്ക് വേണ്ടി കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും CBU വഴിയാണോ CKD വഴിയാണോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ ചെയ്യുമ്പം CKD വഴിയെങ്കിലും കൊണ്ടുവന്നാലേ അവർക്ക് കുറച്ചെങ്കിലും വണ്ടികൾ ഇതുവഴി വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒരു ഹാഫ് ഹാർട്ടഡ് എഫർട്ട് പോലെ തന്നെ ആയിപ്പോവും. എത്രയൊക്കെ അവർ നല്ല വണ്ടി ഇറക്കിയെന്ന് പറഞ്ഞാലും ഈ ഒരു സൈസുള്ള വണ്ടി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഇറക്കുകയാണെങ്കിൽ ആൾക്കാരൊന്നും വാങ്ങില്ല. അത് മറ്റൊരു സത്യമാണ്. ഇപ്പോൾ നമുക്കറിയാം ക്രെറ്റ EV തന്നെ ഇവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ടോപ്പ് എൻഡ് ഒക്കെ ഏകദേശം 28 lakhs അടുത്തായിട്ട് ഓൺ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിൽ ആൾക്കാർ മഹീന്ദ്രയുടെയും ടാറ്റയുടെ MGയുടെ ഒക്കെ, MGക്ക് ആ ഒരു ലെവലിലേക്കില്ല, എന്നാലും 20 to 22 lakhs വരെയൊക്കെ MGയുടെ വണ്ടികൾ എടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ടാറ്റയുടെ മഹീന്ദ്രയുടെ ഒക്കെ ഇലക്ട്രിക് വണ്ടികളാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് BYD എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സൈസുള്ള വണ്ടി കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് ഒരു 20 lakhs താഴെ ഇറക്കി കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അഗെയിൻ അവർ CKD ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഒരു 25 lakhs അടുത്തൊക്കെ ആയിട്ട് പോകും. അവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംഭവം ശരിയാണ്, BYDയുടെ വണ്ടിയുണ്ട്, ബാക്കി കമ്പനികളുടെ വണ്ടിയുണ്ട്, വേണമെങ്കിൽ ഇത് എടുക്കാം. പക്ഷേ ഓവറോൾ ഇതിനകത്ത് കിട്ടുന്ന ഒരു പാക്കേജ് നോക്കുകയാണെങ്കിൽ ബാക്കി കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായി പോകും. അതായത് പവർ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, ഓർ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയെന്നുള്ളത് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ എന്താ ഫീച്ചേഴ്സ് ഒരു ഇത്തിരി കുറവായിട്ട് ഫീൽ ചെയ്യാം. അതുപോലെ സൈസ് ഒരു വലിയ ഫാക്ടറാണ്, അത് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യാം. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കൂപ്പേ സ്റ്റൈലും അങ്ങനെയൊന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അതേസമയം ഹാരിയർ ഇവയൊക്കെ നമുക്ക് സെയിം പ്രൈസിൽ അത്രയും വലിയൊരു വണ്ടിയാണ് കിട്ടുന്നത്. പിന്നെ 75 kWh ബാറ്ററി പാക്ക്, ക്വാഡ് വീൽ ഡ്രൈവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മഹീന്ദ്രയുടെ വണ്ടികൾക്കാണെങ്കിലും 280 PS പവറൊക്കെ മാക്സിമം അവർ കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ കുറച്ചും കൂടെ ഒരിത്തിരി കൂടിയ സ്പെക്സും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഫീച്ചേഴ്സ് ആണെങ്കിലും വേറെ ലെവലാണ് നമുക്ക് ഈ ഒരു ലെവലിൽ ഈ പ്രൈസിൽ കിട്ടുന്ന ബാക്കി ഇലക്ട്രിക് വണ്ടികൾ വരുന്നത്. അതുകൊണ്ടാണ് BYDക്ക് നമ്മൾ അത്രയും പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സക്സസ് ഫാക്ടർ കുറയാനുള്ള റീസൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.